ഇല്ലില്ല, കോഴ്സ് ഏത് വേണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ പളിയൻ വന്നിട്ടുണ്ട്. മൂപ്പരാണല്ലോ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് 10ാം ക്ലാസ് പാസ്സായ ആള്. മൂപ്പര തീരുമാനം എന്താ നോട്ടെ. അമ്മ വന്നു പറഞ്ഞപ്പോ വന്ന് നിൽക്കുക. അല്ലാത്തപ്പോ അമ്മാവനെ കുറിച്ച് ഒരു ചിന്തയും വേണ്ട. അവിടെ ഇവിടെ ഇരിക്കേട്ടാ. ഇരിക്കണ്. അളിയാ, അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്ക. നിങ്ങളിത് എന്ത് ഭാവിച്ച? എന്താ നിങ്ങളുടെ ഭാവന്ന്? എന്തപ്പോ സ്വന്തം മോള് +2 നല്ല മാർക്കോട് കൂടി പാസ്സായിരിക്കാം. എന്നിട്ട് ആ കുട്ടി തുടർന്ന് എന്ത് പഠിക്കണമെന്ന് നാട്ടുകാരോട് അന്വേഷിച്ച് നടക്കല നിങ്ങൾക്ക് പണി. അല്ല, എന്നിട്ട് ആ നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയാം. അങ്ങനെയാണോ ഞാൻ അറിയേണ്ടത്? അങ്ങനെയാണോ ഞാൻ അറിയേണ്ടത്? ഞാൻ ആ കുട്ടിയുടെ അമ്മാവനാണെന്നുള്ള പരിഗണന വേണ്ട, പോട്ടെ. നമ്മുടെ ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് 10ാം ക്ലാസ് പാസ്സായ ഒരാളല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വെച്ചെങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചറിയിക്കണ്ടേ? എന്റെ അളിയ, നമ്മൾ ആരോടും അന്വേഷിച്ചു പോയൊന്നുമില്ല. ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറയണു, അത് നമ്മൾ കേട്ടു, അത്രേ ഉള്ളൂ. ആ നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഈ കുട്ടി ജയിച്ച വരെ ഞാൻ അറിയണത്. അതിക്ക് വിഷമമുണ്ടായി. മാത്രല്ല, കുട്ടി ജയിച്ച വരെ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലോ. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടതല്ലേ? ഏട്ടൻ കണ്ടിട്ട് ലൈക്ക് ഓടിച്ചല്ലേ? അത് ശരി. ഞാൻ വാട്സാപ്പിൽ എല്ലാവരും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അമത്താറുണ്ട്, വായിച്ചിട്ടൊന്നല്ല. അത് ശരി. അപ്പൊ എന്തിനീ വെറുതെ പോയി അമത്തുന്നു? അത് അവരെ പിണക്കണ്ടാച്ചിട്ട്. അല്ല, അല്ലെങ്കിൽ ഈ വാട്സാപ്പിലൂടെയാണോ എന്നെ അറിയിക്കേണ്ടത്? അങ്ങനെ അറിയേണ്ട ആളാ ഞാൻ. നിങ്ങൾക്ക് നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? നിനക്കെന്നൊന്ന് വിളിച്ചു പറയാറുന്നില്ലേ? അല്ല, ഞാൻ വിചാരിച്ച അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും. നീയല്ലേ പരീക്ഷ എഴുതി, അപ്പൊ നിനക്ക് വിളിച്ചു പറയാൻ പറ്റില്ല? നീ ചെറിയ കുട്ടിയൊന്നല്ലോ. ഇനിയിപ്പോ അത് പോട്ടെ. ഇനിയിപ്പോ ഞങ്ങളോട് വലിയൊരു സംസാരിക്കില്ലേ? നീ എന്തിനാ നോക്കിക്കണേ? ഏട് പോ. ഇനിയിപ്പോ അവള് എന്തിനു വിടാനാ പരിപാടി? മോളെ റോബോട്ടിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് കേട്ടു. തരക്കെടില്ല എന്നാ പറയണ എല്ലാവരും. അപ്പൊ അതിന് വിട്ടാലോ എന്നൊരു ആലോചന ഉണ്ട്. റോബോട്ടിക് എഞ്ചിനീയറിംഗ്? അതായത് ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് കുറെ കാലം കഴിയുമ്പോ മനുഷ്യരൊന്നും ഉണ്ടാവില്ല, ഒക്കെ റോബോട്ടുകളാവും കാര്യങ്ങളൊക്കെ ചെയ്യേ. അപ്പൊ അങ്ങനെ ഒരു കോഴ്സിന് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഭാവി സേഫാ. അങ്ങനെ ആരാ പറഞ്ഞു? അങ്ങനെ ഇപ്പൊ കുറെ ആളുകൾ പറഞ്ഞു. അതങ്ങനെ വല്ലവരും പറഞ്ഞു കേട്ടിട്ട് അതിനൊന്നും എടുത്തു തരണ്ട. അതൊക്കെ അനുഭവം ഉള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് വേണം അതൊക്കെ പഠിപ്പിക്കാൻ.